So do you think that Charlie Kirk was an anti-Indian by seeing these comments about Indian taking their jobs? Do you think that the overall statement or based overall MAGA ideology? Maybe, yes. ചാർലി കിക്കിന്റെ എല്ലാ ആശയം, ഞാൻ ഈ ചാർലി കിക്കിനെ അറിയുന്നത് തന്നെ ഈ പുള്ളി മരിക്കുമ്പോഴാണ്, ടു ബി ഫ്രാങ്ക്. പക്ഷെ പുള്ളിയുടെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിസ് വീഡിയോസ്. ഇതേ കണക്കുള്ള ഈ LGBT അതേപോലെ ഒന്നിലധികം വീഡിയോസ് ചാർലി കിക്കിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി അതെന്താണ് വിഷയം, ഒരു റൈറ്റ് വിങ് പോകുന്നത്. അതായത് വിവേക് രാമസ്വാമി ഇതേ കണക്ക് സംസാരിക്കാറുണ്ടായിരുന്നു, നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനേഷന് വേണ്ടി മത്സരിച്ച വിവേക് രാമസ്വാമി. അപ്പം അതേപോലെ പുള്ളിയുടെ കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ അല്ല, കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേയൊക്കെ കേൾക്കും. അപ്പൊ ഈ ഞാൻ ആലോചിക്കുന്ന പ്രധാനമായിട്ടും ഈ ജെൻഡർ, പ്രധാനമായിട്ട് സെക്സ്, ജെൻഡർ ഡിഫറൻസ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റ്സ് രണ്ട് ഭാഗത്തും ഉണ്ടാകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഐ ഓൾവേസ് ലിസൺ ടു ഡിബേറ്റ്സ്, രണ്ട് ഭാഗം എങ്ങനെ അവതരിപ്പിക്കുന്നതെന്ന് അറിയാനായിട്ട്. പക്ഷെ പുള്ളിയെക്കുറിച്ച്, ഈ പുള്ളിയാണ് മരിച്ചത് എന്ന് ഞാൻ അറിയുന്നത്, ഈ പുള്ളിക്ക് ഇത്രയും ട്രംപുമായിട്ടൊക്കെ ഡീപ്പ് അഫിലിയേഷൻ ഉണ്ട് എന്നൊക്കെ അറിയുന്നത് ആ ദിവസമാണ്, മരിച്ച ദിവസം. ആ ഒരു വീഡിയോ ഭയങ്കര ഷോക്കിംഗ് വീഡിയോ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ പറയുന്ന അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ യോജിക്കുക, യോജിക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങളോട് യോജിക്കാതിരിക്കുക. പക്ഷെ ആൻ ഇൻഡിവിജ്വൽ ഹാസ് എ റൈറ്റ് ടു സേ ഓൾ ദോസ് തിങ്സ്. വിതിൻ നിയമത്തിനുള്ളിലാണെങ്കിൽ അയാൾക്കത് പറയാം, നിയമവിരുദ്ധമാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം, നിയമപരമായി ശിക്ഷിക്കണം. ഈ കാണിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത്, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. 2 ആഴ്ചക്ക് മുന്നേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഇസ്രേലി കപ്പിളിനെ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വെടിവെച്ചു വന്നു. അവർ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ കപ്പിളായിരുന്നു, ഒരു വിഷയമില്ല, വെടിവെച്ചും കൊല്ലാണ്. ഫ്രീ പാലസ്തീൻ, എന്താണ് പാലസ്തീൻ? ഫ്രീ പാലസ്തീൻ ഫ്രം ഹമാസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു അന്തസ്സുണ്ട്. വെടിവെച്ചു വന്നു. ഇതേ സാധനമല്ലേ ഇപ്പൊ കടന്നത്. ഇയാള് റൈറ്റ് വിങ്, ഇങ്ങനെ കുറെ റൈറ്റ് വിങ് ആണ് പോലും, ഇങ്ങനെ ഓരോരോ വിങ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മാറ്റിയില്ലേ, ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്നോണം കളിച്ച്. ഇത് ആക്ച്വലി അവിടെ നടന്നിരിക്കുന്നത് പ്യുവർ വയലൻസ് ആണ്, ഇൻടോളറൻസ് ആണ്. അതിനാണല്ലോ യഥാർത്ഥത്തിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്താണോ ചെയ്യുന്നത് അതല്ലേ ലെഫ്റ്റ് പൊളിറ്റിക്സ്, അല്ലാതെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതല്ലോ. മാനവീയ വിരുദ്ധമായ അസഹിഷ്ണുതയിലും ഹെയ്റ്റ് പൊളിറ്റിക്സിലും അടിസ്ഥാനമാണ്. ആരും ഹെയ്റ്റ് ഫോർ അതേഴ്സ് ആണ്. ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് അതിന്റെ അടിസ്ഥാനം? അതർ. അത് ബൂർഷ ആയിരുന്നു ആദ്യം, പിന്നെ എപ്പോഴും കണ്ടിട്ടില്ലേ ആളുകളെ ഇങ്ങനെ അപഹസിച്ചുകൊണ്ടിരിക്കും. കുറെ സാമ്രാജ്യത്വ വർഗീയ ദോഷങ്ങൾക്കെതിരെ അവർക്ക് എപ്പോഴും കുറെ ശത്രുക്കളുണ്ടാവും. ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ കോൺഗ്രസുകളിൽ മുഖ്യ ശത്രുവിനെ പ്രഖ്യാപിക്കും. മുഖ്യ ശത്രു, എതിരാളിയല്ല, മുഖ്യ ശത്രു. ശത്രു ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു ഐഡിയോളജിയാണ്. ഇവിടെ ഇയാളിപ്പോ ട്രംപിന്റെ കൂടെ ആയിരിക്കാം, ചിലപ്പം റൈറ്റ് വിങ് ആയിരിക്കാം. പക്ഷെ ഇയാള് മാറിയിട്ടുണ്ട്. ആക്ച്വലി അയാൾ എന്താണ്, ഇപ്പൊ ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ട്രാൻസുമായിട്ട് റിലേഷൻ ഉള്ള വ്യക്തിയാണ്. റൈറ്റ് വിങ്ങാരന് അത് ഉണ്ടാവില്ലല്ലോ. റൈറ്റ് വിങ്ങാരന് ആന്റി LGBT അല്ലേ. പിന്നെ ഇയാൾ എഴുതിയിരിക്കുന്ന ഫാഷിസത്തിനെതിരെ എന്നാണ്. ഈ ഫാഷിസത്തിനെതിരെ എന്ന് പറയുന്ന ഫാഷിസ്റ്റുകളെല്ലാം തന്നെ ലെഫ്റ്റ് അല്ലേ? നോക്കൂ, അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാഷിസത്തിനെതിരെ എന്ന് പറയുന്ന ഫാഷിസ്റ്റുകളെല്ലാം പരിശോധിക്കൂ. ഫാഷിസം അല്ലേ ഇയാൾ കാണിച്ചത്. ഇയാൾ ദൂരെ നിന്ന് ഒരുത്തൻ സംസാരിച്ചുകൊണ്ടിരുന്നവന്റെ കണ്ടം നോക്കി വെടിവെക്കുന്നവൻ ഫാഷിസ്റ്റാണ്. അവൻ ഫാഷിസത്തിനെതിരെ എന്നാണ് അവന്റെ മുദ്രാവാക്യം. അപ്പൊ അവൻ പ്യൂർലി ലെഫ്റ്റ് അല്ലേ? അല്ലെങ്കിൽ എന്ന് പറയൂ, ഇറ്റ്സ് ലെഫ്റ്റ്. അതാണ് ലെഫ്റ്റ് ഐഡിയോളജി. വയലൻസ്, ഇൻടോളറൻസ്, ആന്റി ഹ്യൂമൻ, ദാറ്റ് ഈസ് ലെഫ്റ്റ്. ഹി വാസ് ആന്റി ഇന്ത്യൻ ആയിരിക്കും. ഞാൻ അയാളുടെ ലിറ്ററേച്ചറിലൊന്നും കൂടുതൽ കടന്നു പോയിട്ടില്ല. അയാൾ ആന്റി ഇന്ത്യൻ ആണെങ്കിൽ വി ഡോണ്ട് സപ്പോർട്ട്. അയാൾ ആന്റി LGBT ആണെങ്കിൽ വി ഡോണ്ട് സപ്പോർട്ട്. അയാൾ ആന്റി അബോർഷൻ ആണെങ്കിൽ വി ഡോണ്ട് സപ്പോർട്ട്. വി ഡോണ്ട് എൻഡോസ് ഹിസ് വ്യൂസ്. പക്ഷെ അയാളത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുക എന്ന് പറയുന്ന ഈ ഇടത് തീവ്രവാദം എവിടെ നിന്ന് വന്നു? ഇത് തന്നെയല്ലേ ആ ജൂത കപ്പിളിനെ വെടിവെച്ച് വന്നിട്ട് പറഞ്ഞു. ഇത് ഒരേ കാര്യമാണ്, ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരേ കാര്യമാണ്. ഡെമോക്രാറ്റ് അല്ല, പിന്നെ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടയാണ്. ഡെമോക്രാറ്റ് ഉള്ളവൻ അടുത്ത
ഇലക്ഷൻ വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പേര് മാറ്റി കൊടുത്താൽ മതി. ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. ഈ തുൾസി ഗാബാർഡ് എന്ന് പറയുന്നവർ, അവർ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് നോമിനേഷൻ മത്സരിച്ച ആളാണ് തുൾസി ഗാബാർഡ്. അവിടെ കമലാ ഹാരിസിനെയൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്ത് ചെയ്തു? അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലോട്ട് പോയി. കുറച്ചുനാള് അങ്ങനെ അമേരിക്കയിൽ 3 വെക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം, വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും രജിസ്റ്റർ ചെയ്യാം. 3 രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. 3 രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി വോട്ട് ചെയ്യാം. ഇവിടുത്തെ കണക്ക് പാർട്ടി ഈ പാർട്ടിയിൽ അംഗമാണെങ്കിൽ പാർട്ടിക്ക് പോയി വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ അടിമത്തം നിലവിലുള്ള രാജ്യമൊന്നുമല്ല അമേരിക്ക. ഇവിടെ ഭയങ്കര ചർച്ച എന്താണ്? എവിടെ പോയി പാർട്ടി വോട്ടുകൾ? പാർട്ടി വോട്ട് എന്നൊക്കെ പറഞ്ഞ ഭീകരമാണ്. ജനാധിപത്യവുമായിട്ട് ഒരു രീതിയിലും പൊരുത്തപ്പെടാത്ത കാര്യമാണ് ഈ പാർട്ടി വോട്ട് എന്നൊക്കെ പറയുന്നത്. ഒരാൾ അവന്റെ മതത്തിന് വോട്ട് ചെയ്യുന്നു, ഒരുത്തൻ അവന്റെ കാസ്റ്റിന് വോട്ട് ചെയ്യുന്നു, ഒരുത്തൻ അവന്റെ കമ്മ്യൂണിറ്റിക്ക് വോട്ട് ചെയ്യുന്നു. ഇതെല്ലാം ജനാധിപത്യമായിട്ട് ഇതിന് എന്ത് ബന്ധം? ഇതാണ് ജനാധിപത്യം? ഇതെല്ലാം അടിമത്തമാണ്. ബ്ലോക്കായിട്ട് ജനാധിപത്യം ഇങ്ങനെ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ഈ സാധനങ്ങൾ വർഗീയതക്കൊക്കെ തഴച്ചു വളരാൻ കഴിയും. മതാധിപത്യത്തിന് തഴച്ചു വളരാൻ കഴിയും. ഈവൻ എന്തിനാ ഈ ഫാഷിസത്തിനും ജനാധിപത്യം വളരെ ചിലർ പറയാറുണ്ട്, ഈ ജനാധിപത്യത്തിലൂടെയാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത്, മോദി അധികാരത്തിൽ വന്നത്. അപ്പൊ ജനാധിപത്യം ഫാഷിസത്തിന് കടന്നു വരാൻ പറ്റിയൊരു നല്ല വഴിയാണ് മക്കളെ. ജനാധിപത്യം ഫാഷിസത്തിന് മാത്രമല്ല, എല്ലാത്തരം ഡാഷ് പരിപാടികൾക്കും വളരെ നല്ലതാണ് ജനാധിപത്യം. കാര്യം എന്താണ്? ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഒരു കാര്യത്തിന് മെറിറ്റ് തീരുമാനിക്കുന്നത്? ഇപ്പൊ രാത്രിയാണ് അല്ലേ, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ 2 പേര് പറയുന്നത് പകലാണ്. ജനാധിപത്യത്തിൽ അത് പകലാ. തീർന്നില്ലേ കാര്യം? ഞാൻ ഇച്ചിരി അതിശയോക്തിപരമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അങ്ങനെയാണ് ജനാധിപത്യം. TJ ജോസഫ് സാറിനെ കൈയും കാലും വെട്ടി. ആ വാർഡിൽ ജയിച്ചാരാ? തൊട്ടടുത്ത മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ ആരാ ജയിച്ചത്? അന്വേഷിച്ചു നോക്ക്. അതാണോ ശരി? അതാണോ വസ്തുത? അതാണോ വേണ്ടത്? ജനാധിപത്യത്തിന് അങ്ങനെ ഒരു ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യാനുള്ള ഒരു ഇതുമില്ല. അസത്യത്തെ നീക്കം ചെയ്യാനോ അഴിമതിയെ ഇല്ലാതാക്കാനോ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യാശിക്കുന്നു. ആ ഒരു പ്രത്യാശയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വി ഹോപ്പ് എന്ന് പറയുന്നത് എറ്റേണൽ ആണ്. മനുഷ്യനെ സംബന്ധിച്ചോളം മരിക്കുന്നവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഡോണ്ട് തിങ്ക് ദാറ്റ് ജനാധിപത്യം ക്യാൻ സോൾവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ജനാധിപത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെ നമ്മളെ നോക്കി ചിരിക്കുന്നത്. അല്ല അവന് ചിരി ഉള്ളിലുള്ളതുകൊണ്ടല്ല, അവൻ നല്ല വാക്കുകൾ പറയുന്നത്, അല്ല അവൻ നല്ലവനായതുകൊണ്ടല്ല, അവൻ അഴിമതിരഹിതനായിട്ട് അഭിനയിക്കുന്നത് അഴിമതിരഹിതനായതുകൊണ്ടല്ല. അവനങ്ങനെ അഭിനയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് പോസ്റ്റേഴ്സ്.